ഈ കാര്യപരിപാടിയുടെ അധ്യക്ഷൻ അവറുകളെ, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ എല്ലാ ഗണ്യ വ്യക്തികളെ, പല മഹല്ലുടെ വന്ന് ഖതീബ് ഉസ്താദന്മാരെ, അതല്ലെങ്കിൽ അങ്ങ് ഉസ്താദന്മാരെ, അതേപോലെ പല മഹല്ലത്തിലെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, മഹല്ലുടെ ആൾമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തെ വേദി അല്ല ഇത്. എല്ലാ പുതിയപ്പന്മാരും പുതിയ പെണ്ണുമാരും അങ്ങനെ സന്തോല പരസ്പര കൈമാറണകുബേനായിട്ട് കാത്തു നിൽക്കടെ ഒരു ശുഭ മുഹൂർത്തമായിട്ടിക്കട്. അപ്പ ಅದಕ್ಕೆ മുന്നല്ലോ ನನ್ನ ബീച്ചേക്ക് ಬೇನಾയിട്ട് ഒരു രണ്ട് നിങ്ങളുടെ മുന്നല്ലോ ನಾನು ചൊന്നിട്ടു എൻ്റെ ആ പ്രസംഗത്തിന് ನಾನು വിറാമ കൊടുക്കും. നിരക്കുള്ള ബയാനാക്കുടെ അകത്തെ ഇല്ലാണ്ട് ഗുന്താവുടെ ഒരു അവസ്ഥയായിട്ടിക്കട്. എല്ലാവരും കൂടെ കൂടിയതിൽ ഒരു മഹല്ലുമായി ബന്ധപ്പെട്ടനായിട്ടിക്കിടറ്, ഒരു പള്ളിയുമായിട്ട് കണക്ഷനുള്ള ആയിട്ടിക്കിടറ് ചൊല്ലയിൽ സംശയമേ ഇല്ല. അപ്പൊ സാധാരണ ഒരു പക്ക ഒരു പള്ളിയായിട്ട് അത് നിലനിന്നിടത്തോളം സാധാരണ പാവത്തെ ആൾമാർ ബെല്ലാസ, ചിലപ്പോൾ പെണ്ണിങ്ങ, അല്ലെങ്കിൽ ചിലപ്പോൾ ആണിങ്ങ, ആ ആണിങ്ങളിലെ എനിക്ക് തീരാത്ത പാവപ്പെട്ട കഷ്ടപ്പെട്ട വയസ്സന്മാർ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഉസ്താദന്മാരെ കണ്ടിട്ട് അങ്ങ് കണ്ണുനീര് ഇത്തുപാട്ടേ ഒരു അവസ്ഥ ഇണ്ടും ദുനിയാവിൽ നിലനിൽക്കുന്നുണ്ടായിട്ടെങ്കിൽ അത് യാറെ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള രണ്ട് വിഷയത്തിലായിട്ടിക്കട്. അതിൽപ്പെട്ട ഒന്നാമത്തെ വിഷയ അർജി കൊടന്നിട്ട്, മഹല്ലത്തിൽ അർജി കൊടന്നിട്ട്, ഉസ്താദ് നന്റെ മോൾക്ക് ഇത്ര വയസ്സായത്, അതുകൊണ്ടിട്ടു ഒരു മങ്ങിലാക്കണക്ക് ഭാര്യ കഷ്ടപ്പെട്ട ഒരു പൊതു സട്ടയിത്ത്, അതുകൊണ്ടിട്ട് അതിൽ ഒരു നിക്കാഹിക്ക് ബേനായിട്ട് ഇത്ര ഖർച്ചുണ്ടു, ഈ മഹല്ലത്തിൽ എന്തെങ്കിലും ഒരു കളക്ഷനിങ് ആക്കിത്തരണുണ്ട് ചൊന്നിട്ടു കഷ്ടപ്പെട്ടെ വയസ്സപ്പെട്ട പാവപ്പെട്ട എത്രമാ ആൾമാരെ ഞങ്ങ ഒരു പേപ്പറിൽ വരാണ്ട് അനുഭവത്തിൽ ഞങ്ങ അനുഭവിച്ചങ്ങായിട്ടിക്കട. ഒന്നും രണ്ടാമത് ഞങ്ങളെ പള്ളിങ്ങു അർജി പണ്ടത് ഉസ്താദ് അല്ലെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട്, ഇതാ നിന്റെ സഹോദരി അല്ലണ്ടെങ്കിൽ നിന്റെ മൂത്തണു അല്ലെങ്കിൽ ഇന്നേ ഇങ്ങനത്തെ ആള് അല്ലെങ്കിൽ നാണ് ആസ്പത്രിയിൽ ഇത്ര നാളായിട്ട് ഇന്നേ ഇങ്ങനത്തെ സീക്ക് വേണായിട്ട്, അതല്ലണ്ടെങ്കിൽ ഇന്നേ ഇങ്ങനത്തെ കാര്യത്തിന് വേണായിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റായിട്ട് ഭയങ്കര ബേജാറിലും ഭയങ്കര ദുഃഖത്തിലുള്ള ഞങ്ങൾക്കതിരെ ചെലവ് ഭരിക്കണക്ക് സാധ്യ അല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ആയിട, നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പാക്കണോ ചെന്നിട്ടു ജമാത്തായിട്ട് ചുത്ര പോലത്തെ ഒരവസ്ഥ സമുദായത്തിൽ മർമ്മപ്രധാനമായിട്ട് നിലനിൽക്കുന്നുണ്ടായിട്ടെങ്കിൽ ഈ രണ്ട് വിഷയത്തിലായിട്ടിക്കട്. ഒന്ന് പെണ്ണിടെ ബാലപാട്രയിൽ, പിന്നൊന്നു സീക്കയുടെ വിഷയത്തിൽ. അതേപോലെ പിന്നെ മൂന്നാം തര നാലാം തര ഇങ്ങനെ വേറെ വേറെ സ്റ്റേജിൽ പലതും നിൽക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യത്തെ മെയിനായിട്ട് നുസ്രത്തുൽ മസാക്കീൻ അസോസിയേഷൻ കണക്കിലെടുത്തിട്ട് ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ആൾമാർ യാറമായിട്ട് കണനീരെടുത്തോണ്ടുള്ള ഒരു വിഷയ, അത് എന്തിനെ കുറത്തില് ചൊന്നിട്ടായിട്ടെങ്കിൽ പ്രായത്തിക്ക് വന്നിട്ട് ആ പ്രായത്തിക്ക് വയസ്സിക്ക് വന്ന പെണ്ണുമക്ക അങ്ങനെ മാനമര്യാദ ഒരവസ്ഥ ഭരണകു തീര, അത് സമുദായത്തും